ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഒരു മസാല. അതായത് നമ്മൾ മല്ലി, എല്ലാവരും വീട്ടിൽ മല്ലിയൊക്കെ വറുത്ത് പൊടിപ്പിക്കുമല്ലോ. അപ്പോൾ അതിൽ സാധാരണ അധികം ആളുകളും വെറുതെ മല്ലി വറുത്ത് അങ്ങനെ ഉണ്ടോ പൊടിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ ഉള്ള ഒരു മല്ലി വറവാണിത്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അവരാണ് എനിക്കിതിങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ മല്ലി ഇങ്ങനെ വറുത്ത് തുടങ്ങിയത്. പക്ഷെ നല്ല ടേസ്റ്റാണ് സംഭവം. മീൻ കറിയിൽ അയിലക്കറി, അതേപോലെ ബീഫ്, ചിക്കന്, മട്ടന് പോലെ സാമ്പാർ വെക്കുമ്പോൾ ഇതൊരു നുള്ളിട്ടാൽ നല്ല സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. 26 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് മല്ലി വറുത്തുകൊണ്ടിരിക്കുന്നത്. കടുക് ഒരു 2 സ്പൂണ്, ജാതിപത്രിക, കാട്ടുഏലം, ഉലുവ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ജീരകം, തക്കോലം, നല്ല ജീരകം, കടുക്, കുരുമുളക്, ഏലക്കായ, പൂവ്, പട്ട, പിന്നെ മല്ലിയില, പുതിനയില, വേപ്പിൻ്റെ ഇല, ഇത്രയും വേപ്പിൻ്റെ ഇല, പിന്നെ നമ്മുടെ കറുവപ്പട്ടൻ്റെ ഇല, പിന്നെ നമ്മുടെ കഞ്ഞിക്കുറുക്കൻ്റെ ഇല. അപ്പോൾ ഒരു 2 കിലോ അളവിൽ മല്ലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, മല്ലി നല്ലോണം ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ മല്ലി ഒന്ന് ചെറുതാക്കി ആദ്യം ചൂടാക്കി എടുക്കണം. മല്ലി നല്ല രീതിയിലൊന്ന് വറുത്ത് എടുക്കുക. അതിനുശേഷമാണ് നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. മല്ലി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നല്ല രീതിയിലൊന്ന് വറുക്കിയെടുക്കുക. പിന്നെ നമ്മളതിൽ ആ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അതിലിട്ടിട്ട് വതക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റ് ഇലകൾ എല്ലാം ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക തന്നെ വേണം. പിന്നെ നമ്മളിത് ഈ ഇലകളൊക്കെ എടുത്ത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ആദ്യം. എന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മറ്റുള്ള ആ ഉള്ളി, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ മല്ലി ചേർത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് നല്ലോണം വറുത്ത് എടുക്കണം. മല്ലി നമ്മൾ ആദ്യം വറുത്ത് വേറെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കരിയാതെ അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് ചെറിയ തീയിലാണ് നമ്മളിതൊന്ന് വറുത്ത് എടുക്കേണ്ടത്. ഈ സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ മസാല, ഇത് എൻ്റെ ഉമ്മാൻ്റെ ഒരു റെസിപ്പിയാണിത്. അവർ പഴയ ആളുകൾ ഇതേപോലുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടാണ് അവർ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന കറികൾക്കൊക്കെ വളരെ പ്രത്യേകം നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഈ ഇലകളും ഇതിലേക്കിട്ടുള്ള മറ്റ് മസാല സാധനങ്ങളെല്ലാം കുറേശ്ശേ വേണ്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് നമ്മൾ വറുത്തെടുത്ത ഈ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെക്കുക. ഇതിനാണ് നമ്മൾ പിന്നീട് പൊടിച്ച് എടുക്കേണ്ടത്. നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഇലകളെല്ലാം ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വരണം. എന്നിട്ടാണ് നമ്മളിത് പൊടിക്കേണ്ടത്. ഇത് ഉപയോഗിച്ച് മീൻ കറി, അതേപോലെ ബീഫ് കറി, ഇനി പച്ചക്കറീൻ്റെ കുറുമ, അതിലേക്കെല്ലാം നമുക്കിത് ഉപയോഗിക്കാമെന്നുണ്ട്. ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ മല്ലിയെല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ഈ മല്ലി വളരെ ടേസ്റ്റി ആയിട്ടുള്ള രുചിയായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ
എല്ലാ വിവരങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബായ്.